15 വയസ്സുള്ള ഒരു പെൺകുട്ടി ന്യൂയോർക്കിലെ തണുത്തുറഞ്ഞ തെരുവിലൂടെ നടക്കുകയാണ്. അവൾക്ക് തണുപ്പകറ്റാൻ കട്ടികൂടിയ വസ്ത്രങ്ങളില്ല. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗും അതിൽ കുറെ മുഷിഞ്ഞ വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാത്രം. പക്ഷേ മനസ്സിൽ പൊള്ളുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു. എനിക്ക് പഠിക്കണം, എനിക്ക് വിജയിക്കണം. ഈ പെൺകുട്ടിയാണ് ലിസ് മൊറൈ. ലിസ് ബ്രൗൺസിൽ 1980 സെപ്റ്റംബർ 23 ജനനം. അവളുടെ മാതാപിതാക്കൾ മയക്കുമരുന്നിന് അടിമകളായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനായി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ അവൾക്ക് പെട്രോൾ പമ്പുകളിലും ഗ്രോസറി ഷോപ്പുകളിലും ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഭക്ഷണത്തിനായി ഐസ് ക്യൂബുകൾ തിന്ന് ജീവൻ നിലനിർത്തേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 13-ാം വയസ്സിൽ മാതാപിതാക്കളുടെ സംരക്ഷണം നഷ്ടമാകുന്ന കുട്ടികളെ വളർത്തുന്ന ഫോസ്റ്റർ ഹോമിൽ ജീവിക്കേണ്ടതായി വന്നു. 15-ാം വയസ്സിൽ അമ്മ എയ്ഡ്സ് ബാധ മൂലം മരണമടഞ്ഞു. മയക്കുമരുന്നിന് അടിമയായ അച്ഛൻ തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് സത്രങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കി. കുഞ്ഞി ലിസ സബ്വേ ട്രെയിനുകളിലും പാർക്കുകളിലും അന്തിയുറങ്ങിയും ഒരു നേരത്തെ ഭക്ഷണത്തിനായി മാലിന്യ കൂമ്പാരങ്ങളിൽ പരതിയും ജീവിതം മുന്നോട്ട് നീക്കി. ഹൃദയഭേദകമായ ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ജീവിതപാത രൂപപ്പെടുത്തുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. അവൾ പ്രശസ്തമായ മാൻഹാട്ടനിലെ ഹ്യൂമാനിറ്റീസ് പ്രിപ്പറേറ്ററി അക്കാദമിയിൽ നിന്നും 4 വർഷത്തെ ബിരുദ പഠനം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി. അതും 95% ആവറേജ് മാർക്കോടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കി. അവളുടെ ഈ വിജയവും അക്കാദമിക് മികവും ദരിദ്രരായ കുട്ടികളെ സഹായിക്കുന്ന ന്യൂയോർക്കിലെ ടൈംസ് സ്കോളർഷിപ്പിന് അർഹയാക്കി. 2003 തന്റെ രോഗബാധിതനായ അച്ഛനെ പരിചരിക്കുന്നതിനായി അക്കാഡമിക് ബ്രേക്ക് എടുക്കുകയും അച്ഛന്റെ മരണശേഷം തുടർ പഠനത്തിനായി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയും ചെയ്തു. 2009 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൈക്കോളജിയിൽ ഉന്നത ബിരുദം നേടി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി മാറുകയും ചെയ്തു. പിന്നീട് ഹാർവാർഡ് സമ്മർ സ്കൂളിൽ നിന്നും ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ശേഷം അത്യന്തം അപകടകാരികളായ യുവജനങ്ങളെ മുഖ്യധാരാ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വോളണ്ടിയറായി പ്രവർത്തിക്കുകയും ചെയ്തു. തന്നെ പോലെ സമാന ബാല്യത്തിലൂടെ കടന്നുപോകുന്ന ആളുകളെ സഹായിക്കുകയും ജീവിതത്തിന്റെ ആഘാതങ്ങളിൽ നിന്നും അവരെ പരിരക്ഷിക്കുകയും മുഖ്യധാരാ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രധാന ദൗത്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ലിസിന്റെ പ്രചോദനാത്മകമായ ജീവിതകഥ ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകമായിരുന്നു. ബ്രേക്കിംഗ് നൈറ്റ്, എ മെമ്മയർ ഓഫ് ഫോർഗീവ്നെസ്, സർവൈവൽ ആൻഡ് മൈ ജേർണി ഫ്രം ഹോംലെസ് ടു ഹാർവാർഡ്. 2010 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ലോകവ്യാപകമായി ബെസ്റ്റ് സെല്ലർ അവാർഡുകൾ പലതും നേടിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഒരു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായി ലോകമെമ്പാടും സഞ്ചരിക്കുന്നു. യുവർ പാസ്റ്റ് ഡസന്റ് ഡിഫൈൻ യു. യു ആർ നോട്ട് ഇൻ യുവർ സർക്കംസ്റ്റാൻസസ്, യു ആർ യുവർ ചോയ്സസ്. അതായത് നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ നിർവചിക്കുന്നില്ല. നിങ്ങളെ നിർണയിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ്. പ്രശസ്തമായ ഈ വാക്യം ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് എന്നും പ്രചോദനമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ.